യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുന്നു. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. അപ്പൊ ദൈവത്തിന്റെ കൈ നമ്മുടെ മേൽ വന്നാൽ നമുക്ക് എന്തുണ്ട്? ദൈവത്തിന്റെ കൈ വന്നാൽ അക്ഷരികമായി ദൈവത്തിന്റെ കൈ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? ലിറ്ററലി ഉണ്ടെങ്കിലേ ഉണ്ടെന്ന് പറയാം. താങ്ക് ഗോഡ്. എനിവൺ? യെസ്, ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. ഞാൻ ഭുജിൽ വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല, ബോംബെയിൽ പഠനം കഴിഞ്ഞപ്പോൾ, നാട്ടിലെ സ്കൂളിലെ പഠനം കഴിഞ്ഞ് ബോംബെയിൽ പോയി, അവിടുത്തെ യൂത്ത് സെന്ററിലെ പഠനം കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഹിന്ദിയൊന്നും അറിയത്തില്ല. ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞങ്ങളുടെ ഓവർസിയർ എന്നെ തള്ളിക്കളഞ്ഞു. പിന്നെ ഞാൻ ആ ഓവർസിയറുടെ കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പരിഭാഷകനായിട്ടാണ് നിൽക്കുന്നത്. ഹലോ, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനൊരാരുമേയില്ല, അവനെ പോലാരാധ്യമില്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ഭാര്യരല്ല, അവനൊപ്പം പറയാനൊരാരുമേയില്ല, അവനെ പോലാരാധ്യമില്ല. ഭുജിൽ എന്നെ സ്റ്റീഫൻ പാസ്റ്ററെ കൊണ്ട് ആക്കി. എല്ലാ ബുധനാഴ്ചയും അസുജിക്ക് അറിയാം, മെയിൻ ചർച്ചിൽ നിന്ന് പരിഭാഷ ചെയ്യാൻ ഞായറാഴ്ച ആൾ വരും. ബുധനാഴ്ച ഒരു അപ്പച്ചൻ വന്ന് ക്ലാസ് എടുക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പച്ചൻ വരാത്ത ദിവസം നമ്മൾ പ്രസംഗിക്കണം. എനിക്ക് മലയാളം അല്ലാതെ വേറെ ഒന്നും അറിയത്തുമില്ല. തമിഴ് സഹോദരങ്ങളുണ്ട്, ഹിന്ദിക്കാരുണ്ട്, കുറച്ച് മലയാളി സഹോദരങ്ങളുണ്ട്. ഞാനിങ്ങനെ തകർത്ത് പ്രസംഗിക്കുക. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു തമിഴ് സഹോദരൻ, നമ്മുടെ ബെഞ്ചമിൻ സാറ്, സ്തോത്രം, MS-ലെ എഞ്ചിനീയറായിരുന്നു. അദ്ദേഹം ഇങ്ങനെ യോഗം കഴിഞ്ഞ് കൈ തന്നിട്ട് പറഞ്ഞ്, അയ്യാ ഉങ്ങളുടെ ചെയ്തിയെല്ലാം നല്ല ആർക്കറയാണ്, എനിക്ക് പുരിയാതെ, നിന്റെ പ്രസംഗമെല്ലാം എനിക്ക് ഇഷ്ടമാ, ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ രാത്രി തീരുമാനിച്ചു, എന്നെ കൊണ്ട് ദൈവത്തിന് പ്രസംഗിക്കാനോ ഇങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യാൻ ദൈവത്തിന് പ്ലാൻ ഇല്ല. അപ്പം എനിക്കുള്ള കൃപ പ്രാർത്ഥന ജീവിതം. അപ്പം ഞാനൊരു കാര്യം ചെയ്തോളാം, ദൈവം ഉപയോഗിക്കുന്ന അങ്ങയുടെ ദാസന്മാർക്ക് വേണ്ടി അടിയം പ്രാർത്ഥിച്ചോളാം. രാത്രി സകല പുസ്തകങ്ങളും വാരി കെട്ടി പാക്ക് ചെയ്ത് വെളുപ്പാങ്കാലം നാട് വിടാൻ വേണ്ടി. സ്റ്റീഫൻ ബാസിനോട് പോലും പറയാതെ നാട് വിടാൻ, കാര്യം എനിക്ക് കഴിവില്ലല്ലോ. എന്നിട്ട് ഞാൻ വെളുപ്പാങ്കാലം മുഴുവൻ ഇരുന്ന് കരഞ്ഞു, കർത്താവേ എനിക്ക് മാത്രം കഴിവില്ലല്ലോ. വെളുപ്പിനെയായപ്പോൾ ഞാനൊരു ദൈവശബ്ദം കേൾക്കുക, നിന്റെ പ്രസംഗം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ ബെഞ്ചമിന്റെ വീട്ടിൽ നീ വിസിറ്റിങ്ങിന് ചെല്ലുമ്പോൾ അവന്റെ ഭാഷയിൽ നീ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും. ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ പകൽ പോലെ വെളിച്ചവും പാറ പോലെ ഉറപ്പുള്ളതുമായിരിക്കും. Be strong in the Lord and the power of His might.
അമ്മേ. 5-ാമത്തെ ദിവസം ഞാൻ ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ വിസിറ്റിന് പോയി. ഞങ്ങൾ ഒത്തിരി കുശലം പറഞ്ഞിരിക്കുകയല്ല. ചെന്നു പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുക. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ആത്മാവിലായി. മലയാളത്തിൽ പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. വരുന്ന മുഴുവൻ തമിഴാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ ബെഞ്ചമിൻ സവരന്റെ 2 കാലയിലും പൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അയ്യാ മണ്ണിച്ചിട് മണ്ണിച്ചിട് മണ്ണിച്ചിട്. ഞാൻ പറഞ്ഞു, ഇത് കായനിക്ക് ആളുകളെ നീ എന്തിനാ കരയുന്നേ? കഴിഞ്ഞ ആഴ്ച നിന്നോട് പറഞ്ഞു നിന്റെ പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ മനസ്സിലാകുന്നില്ലെന്ന്. പക്ഷേ എനിക്ക് தேவனின் ஆவியிலே நீ நிறைந்து தமிழிலே ஜெபம் பண்ண ஆரம்பிச்சு. ഓ ഹല്ലേലൂയ. നീ അഭിഷേകത്തിൽ നിറഞ്ഞപ്പോൾ തമിഴിൽ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി നിന്റെ നീഡ് എന്താ മക്കളെ? What is your requirement? The Holy Spirit is scanning tonight. ഇന്ന് രാത്രി ആത്മാവ് എന്താണ് നിന്റെ ആവശ്യമെന്ന് ആരാഞ്ഞറിയുന്ന ഒരു അഭിഷേകം. എനിക്കറിയത്തില്ല തമിഴ് ഭാഷ പല സന്ദർഭങ്ങളിൽ ദൈവനെ ഉപയോഗിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു പ്രഭാഷകനാണ് മോഹൻ സി ലാസറസ്. അദ്ദേഹത്തിന്റെ പല കൺവെൻഷനുകൾക്ക് ഞാൻ പരിഭാഷകനായിരുന്നു. എൻ്റെ മനസ്സിൽ വന്നപ്പോൾ അദ്ദേഹം ആദ്യത്തെ ദിവസം എന്നെ രോഗശാന്തി മാത്രം പ്രസംഗിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യാ നീ രക്ഷയും സ്നാനവും പരിശുദ്ധാത്മാവും ഒക്കെ പറയണം, ഇല്ലെങ്കിൽ എന്നെ കൊണ്ടൊക്കുകയില്ല ഈ പണി. അപ്പോൾ അടുത്ത് നിന്നൊരു തമിഴ് ലീഡർ പറഞ്ഞു, പുള്ളിയില്ലേ നമുക്ക് വേറെ ആളുണ്ടെന്ന് പറഞ്ഞു. ഒരു സൗകര്യം കൊണ്ട് നിർത്തി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൗകര്യയുടെ ഗ്യാസ് തീർന്നു. സ്തോത്രം. അപ്പം ഞാൻ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. എന്നോട് പറഞ്ഞു, നിങ്ങൾ ട്രാൻസ്ലേറ്റ് பண்ண முடியுமா? അപ്പം ഞാൻ ചെവിച്ചു വെച്ചു, നിങ്ങൾ ഉപദേശം കട്ടായമാ സൊല്ലുമാ? ആ സൊല്ലാം. എന്നാ റെഡി. ഇത് ചുമ്മാ കൊടുക്കുന്ന സാധനമല്ല. കാൽവറിയിൽ രക്തം കൊടുത്തത് വീണ്ടെടുപ്പിനാ. ഹലോ, അതിവിടകം അകത്തി എന്നാൽ അതിസാരം പുറത്തുനിന്ന്. വൈദ്യന്മാര് പറയും ഏത് മരുന്നിനും ചില രോഗം മാറ്റാൻ പറ്റും, പക്ഷെ പാപരോഗം മാറ്റാനുള്ള മരുന്ന് യേശുവിന്റെ രക്തമാ. അതിനകത്തൊരു കോംപ്രമൈസ് ഇല്ല. സ്തോത്രം. കുറെ നാളുകൾ കഴിഞ്ഞു. ദൈവാത്മാവ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുക, പാകിസ്ഥാന്റെ അതിർത്തിയിൽ എയർഫോഴ്സ് ക്യാമ്പ് ഉണ്ട്, നളിയ എയർഫോഴ്സ് ക്യാമ്പ്, നീ അവിടേക്ക് പോക, അവിടെ എനിക്ക് ആത്മാക്കളുണ്ട്. ഞാൻ പറഞ്ഞപ്പാ എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല. പോക എന്ന് അരുളി ചെയ്താൽ പൊക്കോണം. അരുളി ചെയ്തവൻ അറിയാം എന്തൊക്കെ വേണം. നിന്റെ കപ്പാസിറ്റി നീ പറയണ്ട, അറിയാവുന്നവനാ വിളിക്കുന്നേ. ചേർന്നൊരു ആമീൻ പറയാമോ? അങ്ങനെ ഞാനിങ്ങനെ ഹാരിസ് എന്ന് പറയുന്ന സൗനോട് പറഞ്ഞു, ഭയ്യ പരിശുദ്ധാത്മാവ് പറയുന്നു അങ്ങോട്ട് പോ. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ ഭായി അവിടെ MEC ജോലിയുണ്ട്, നമുക്ക് ഗേറ്റ് പാസ് കിട്ടും. ഞാൻ പറഞ്ഞു ഓക്കെ. 100 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ എയർഫോഴ്സ് ക്യാമ്പിൽ ചെന്നു. പെർമിഷൻ എടുത്ത് അകത്ത് കയറി സഹോദരൻ, അന്ന് അദ്ദേഹം ക്രിസ്തുവിലല്ല, ഹിന്ദു സഹോദരനായിട്ട് വിശ്വാസമില്ല, അങ്ങനെ നിൽക്കുക. അപ്പോൾ ഹരീശനെ പരിചയപ്പെടുത്തി, ഞങ്ങളുടെ പാസ്റ്ററാണ്, ഇവിടെ ദൈവം അയച്ചിട്ട് വന്നയാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒത്തിരി മലയാളികളൊക്കെ ഉണ്ട്, നിങ്ങളുടെ ആളുകളൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ചിലരെ ഒന്ന് പരിചയപ്പെടാം. ഒരാളെ പരിചയപ്പെട്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് വലിയ സന്തോഷം. ഒരു ദേവദാസൻ എയർഫോഴ്സ് ക്യാമ്പിൽ വന്നപ്പോഴത്തേന് ഭയങ്കര സന്തോഷം. നാളുകളായി കാത്തിരിക്കുക ഒരു പ്രസംഗം കേൾക്കാൻ, ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ. അപ്പൊ ജോൺ എന്ന് പറയുന്ന സൗരനോട് പറഞ്ഞു, സൗര മലയാളം പോലും ചൊവ്വേ അറിയത്തില്ല, എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഹിന്ദിക്കാർ ഒത്തിരി ആളുകളെ വിളിച്ചാൽ പ്രാർത്ഥനിക്കാൻ വരും. ഞാൻ പറഞ്ഞു, അവരോട് നമ്മൾ ഏത് ഭാഷയെ പറയും? ഹിന്ദിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചേ, ആരാ പരിഭാഷ ചെയ്യുന്ന? അത് ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞു ഏറ്റു. എന്നോട് പറഞ്ഞു, എനിക്ക് പറ്റിയില്ലെങ്കിൽ, അങ്ങനെ ചില വിദ്വാന്മാരുണ്ട്, ഏറ്റേച്ച് മാറിക്കളയും. എനിക്ക് പറ്റിയില്ലെങ്കിൽ ബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്, തമിഴാ, നല്ലപോലെ മലയാളം അറിയാം, ഹിന്ദിയും അറിയാം. ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുന്നതിന് അദ്ദേഹത്തെ പോയി കാണാം. ബ്രൈറ്റിനോട് പറഞ്ഞു, പാസ്റ്റർ നോ പ്രോബ്ലം, ഐ വിൽ ട്രാൻസ്ലേറ്റ്. അപ്പം ഞാൻ ഉറച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് എല്ലാ ആളുകളെയും വിളിക്കാം. ഒരു കാത്തലിക് മോഡലില്ല ആ ക്യാമ്പസിനകത്തുള്ള ചാപ്പല്. സ്തോത്രം. നമ്മൾ ആ മദ്വഹയുടെ ഇപ്പുറത്തോട്ട് മാറി നിന്ന് മലയാളത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. നോക്കിയപ്പോൾ നിറച്ചാളായി.
അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുക ജോൺ വരും, അല്ലെങ്കിൽ ബ്രൈറ്റ് വരും. എന്നിട്ട് നമ്മൾ ബ്രൈറ്റ് ആകാനിരിക്കുക. ഞാനിങ്ങനെ മലയാളത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. ഇന്ത്യക്കാരൊരു പാട്ടുപാടി, മലയാളത്തിലും പാട്ടുപാടി. ഞാനിങ്ങനെ മുട്ടുമേയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്നോട് ദൈവാത്മാവ് പറയുക, നീ പരിഭാഷയ്ക്ക് ആശ്രയം വെച്ചിരിക്കുന്ന രണ്ടുപേരും വരത്തില്ല, തീർന്നോ ഗ്യാസ്. സ്തോത്രം. JW വാറന്റ് ഓഫീസറും സ്റ്റേഷൻ കമാൻഡറും ഉൾപ്പെടെ യോഗത്തിന് വന്നിരിക്കുക. ഒരുത്തം 10 ദിവസമായിട്ട് പട്ടിണി കിടക്കുക. 11ാമത്തെ രാത്രി വിളിച്ചുണർത്തി. ആ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പറഞ്ഞു, മോനെ ഇന്നും ഒന്നും ഇല്ലെന്ന് പറയാനാ വിളിച്ചേ. ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ന് എന്റെ ഉള്ളത്തോട് ദൈവം ചില കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങി. എനിക്കതൊന്നും കേൾക്കാൻ വയ്യ. കാരണം ഞാൻ പേടിക്കുക, ഓടിപ്പോവാൻ പോകും. പട്ടാള ക്യാമ്പിനകത്തുനിന്നാ ആദ്യത്തെ യോഗം. ഞാനിരുന്ന് വിങ്ങുക. പിന്നുള്ള പ്രാർത്ഥന ഏലിയാവിന്റെ പ്രാർത്ഥനയായിരുന്നു. മതി, എടുത്തു. അല്ല, നമ്മുടെ ആമ്പിയർ തീരുമ്പോ പിന്നെ വരെ രക്ഷയൊന്നുമില്ല. ബ്രൂസിലി പണ്ട് പറഞ്ഞ മാതിരി, നിന്നെ വെടിവെക്കാൻ വന്നാൽ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ കാലെത്തുന്ന ദൂരത്താന്നേ പിന്നെ അവൻ വെടിവെക്കുകയല്ല. അത് പറ്റിയില്ലേ, പിന്നോടുക എന്ന് വൃത്തിയുള്ളൂ. ഞാനിരുന്ന് കരയുക. കർത്താവേ, ഒരാളെങ്കിലും വരാതിരിക്കത്തില്ല. ദൈവം വരത്തില്ല. ദൈവം പറഞ്ഞാൽ നീ ഉറച്ചോണം, പിന്നൊരു സെക്കൻഡ് ഒപ്പീനിയന് പോകരുത്. ഞാനിരുന്ന് നെടുവീർപ്പിട്ട് കരയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാ, ചില ആഴ്ചകൾക്ക് മുമ്പ് തമിഴിൽ പ്രാർത്ഥിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ ദൈവം ഞാനാണ്. ദൈവാത്മാവനോട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഹിന്ദി ഭാഷയിൽ ഈ ജനത്തോട് സംസാരിപ്പാൻ ഞാൻ നിന്റെ നാവിൽ ഭാഷ വരം തരും. ജബലാലിലുള്ള ദൈവസഭയിലെ ദൈവമക്കളെ, കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം ഡബിളാവും, നിങ്ങളുടെ പ്രെയർ ലൈഫ് ഡബിളാവും. ഇന്നലെ വരെ കണ്ടതല്ല, ദൈവം നിങ്ങളെ മറ്റൊരു ലെവലിലേക്ക് ഈ രാജ്യത്ത് ആമേ ഉപയോഗിക്കാൻ പോകുന്ന സമയം അടുത്തു വന്നിരിക്കുകയാണ്. സ്തോത്രം. ആത്മാവ് പറഞ്ഞാലും നമ്മുടെ ബുദ്ധി എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. സ്തോത്രം. പ്രാർത്ഥന യോഗത്തിന്റെ അനുഗ്രഹത്തിന് ആളുകൾ പ്രാർത്ഥിച്ചു. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ജോണിനെ വിളിച്ചു. ജോൺ കുനിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു, ജോണേ പരിഭാഷ ചെയ്യാൻ വാ. അപ്പുറത്ത് ബ്രൈറ്റ് ഇരിപ്പുണ്ട്. ബ്രൈറ്റിനെ വിളിച്ച്, ബ്രൈറ്റ് പരിഭാഷ ചെയ്യാൻ വാ. ബ്രൈറ്റ് പറഞ്ഞു, തോണ്ടിരിക്കുന്നു. മനസ്സിലായവർക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു യോഗം എൻ്റെ അല്ല, യോഗം ദൈവത്തിൻ്റെയാ. ഞാൻ പറഞ്ഞു, നമുക്കെല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ നമ്മുടെ അവസാനത്തെ ആയതും അതേ ഉള്ളൂ. ഞാനവിടെ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുക. ഞാനൊന്നും പ്രസംഗിച്ചില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോ എല്ലാവരും കുത്തിയിരുന്ന് കരയുക. തല്ലുകൊണ്ട് കരയുന്ന പോലെ കരയുക. പരിശുദ്ധാത്മാവ് മൂവ് ചെയ്താൽ ആദ്യം നടക്കുന്നത് അനുതാപമാണ്. ഉണർവ് പൊട്ടിച്ചിരിയിൽ നല്ല ഉണ്ടാകുന്നത് കൈപ്പോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോഴാണ്. Praise to Jesus. എവിടെ അനുതാപത്തിന്റെ കണ്ണുനീർ ഒഴുകുമോ അവിടെ അനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ പുറകെ വരും. ആത്മാവിന്റെ ഒഴുക്ക് വന്നാൽ ഏത് പാപത്തിന്റെ അഴുക്ക് ചാലും ക്ലീൻ ചെയ്ത് പുറത്തിറക്കും. ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാമോ? യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. അപരവല ഘടക ദുരിഘടകസി മർഗജ ലഗദിനിയ അപമാ രഗദന ഹമൽഗഡ രഗക്ഷസി. യേശുവിന്റെ നാമത്തിൽ ജയം. എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ചു.
ഞാനിങ്ങനെ ഏലിയാമൂട്ടിനിടയിൽ തലയായിച്ചിരുന്ന് കരയുന്ന പോലെ കരയുമ്പോൾ, ഞാനിങ്ങനെ മുട്ടുമേലിരുന്ന് കരയുമ്പോൾ ഞാൻ കാണുന്ന ഒരു ശരീരത്തിന്റെ അനുഭവം, കാഴ്ചയും, രണ്ട് കരം ഇങ്ങനെ വന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഹോളിയുടെ കാര്യം യെഹെസ്കേലിന്റെ മേൽ വന്നതുപോലെ ലിറ്ററലി if you will obey the Holy Spirit, definitely the hand of the Lord will come upon you. If you are an obedient child of God, definitely you can favor the hand of the Lord. Huraba kamara shaturi alabalaga adal kamara badini. Yes, worship our God. Huraba, receive in Jesus' name. Oh, receive in Jesus' name. Receive a great faith tonight. Receive a great faith tonight. വിശ്വാസത്താൽ ദൈവത്തിന്റെ കരസാന്നിധ്യം അനുഭവിക്കട്ടെ. Praise to Jesus. ഞാനിങ്ങനെ ദൈവമെന്നെ വളരെ ശക്തിയോടെ എഴുന്നേൽപ്പിച്ചു നിർത്തി. എന്റെ അധരങ്ങളെ തുറന്നു. ഞാൻ ആത്മാവിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അതിന്റെ ഓരോ വാക്കും എന്താണെന്ന് ഉള്ളിൽ അറിയാം മലയാളം, പക്ഷെ വരുന്നത് മുഴുവൻ ഹിന്ദിയാ. 35 മിനിറ്റ് ആത്മാവിൽ പ്രസംഗിച്ചു. 23 പേര് മുന്നോട്ട് വന്ന് സമർപ്പിച്ചു. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. ആത്മനിയോഗം നിലച്ചു. പ്രസംഗം നിർത്തിയിരുന്നു. ആ നിയോഗം നിലച്ചു കഴിഞ്ഞു. അനുതാപത്തോടെ എല്ലാവരും കരയ. മലയാളത്തിൽ ആശീർവാദം പറഞ്ഞു. പീറ്റർ എന്ന് പറയുന്ന യുപിക്കാരൻ വന്നെനിക്ക് കൈ തന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ ജി आप हिंदी में MA लिटरेचर है ना? हेलो हेलो. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവം നിറച്ചാൽ, ദൈവം തന്നാൽ, ദൈവം പകർന്നാൽ, ദൈവം അനോയിന്റ് ചെയ്താൽ നിന്നെ മന്ത്രിമാരേക്കാൾ, നിന്നെ ശാസ്ത്രജ്ഞന്മാരേക്കാൾ, നിന്നെ വിദ്വാൻമാരേക്കാൾ ശ്രേഷ്ഠനാക്കി മാറ്റാൻ. യോഗം കഴിഞ്ഞപ്പോൾ പീറ്റർ പറഞ്ഞ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ജോണിനോട് വിളിച്ചു ചോദിച്ചു, പീറ്റർ എന്താ പറയുന്നത്? എന്നോട് ചോദിച്ചു, എന്നെ കളിയൊക്കെ വന്നു. ഞാൻ പറഞ്ഞല്ല, ഇദ്ദേഹം ഏതാണ്ട് ഹിന്ദി ചോദിക്കുന്നത് പിടികിട്ടുന്നില്ല. അപ്പൊ പിന്നെ പാസ്റ്റർ ഹിന്ദി പ്രസംഗിച്ച് എന്തുവാ? ഇത്ര നല്ല ഹിന്ദി വെച്ചോണ്ടാണോ ഞങ്ങളെ പറ്റിക്കാൻ തന്നെ? ഞാൻ പറഞ്ഞ പൊന്നു സഹോദരാ, ക്ഷമിക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചൊരു സാധനം, ഇതെന്തുവാ സംഭവിച്ചെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. സ്തോത്രം. പാസ്റ്റർ പിന്നെ എങ്ങനെ പ്രസംഗിച്ചേ? ഞാൻ പറഞ്ഞു, അതാ എനിക്കും അറിയണ്ടേ. ഹലോ. അപ്പോൾ പറഞ്ഞു, അന്യ ഭാഷകളുണ്ട്, ഭാഷാ വരമുണ്ട്. സ്വീഡനിൽ ചെന്നപ്പോൾ സ്വീഡിഷ് ലാംഗ്വേജിൽ കെ എബ്രഹാം സാർ പ്രസംഗിച്ചതായി തന്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഗാന്ധിധാം ചർച്ചിൽ ചേത്തക്കൽ തോമാച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ വന്നു. ചർച്ച് കണ്ടപ്പോഴേ പുള്ളി പറഞ്ഞു, ഞാൻ പോവാന്ന്. ഞാൻ പറഞ്ഞു, മിണ്ടിപ്പോയേക്കരുത്, ക്ഷണിച്ച യോഗത്തിന് പ്രസംഗിച്ചോണം, വലിയ ചർച്ച. അദ്ദേഹം പ്രവചനാത്മാവിൽ ഇങ്ങനെ ആളുകളോട് ദൂത് പറഞ്ഞു വന്നപ്പോൾ ഈ പീറ്റർ എന്ന് പറയുന്ന യുപിക്കാരനോട് ദൂത് പറഞ്ഞത് മുഴുവൻ ഇംഗ്ലീഷിലാണ്. യോഗം കഴിഞ്ഞപ്പോ പീറ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, തോമാച്ച പുള്ളിയോട് ദൂത് പറഞ്ഞായിരുന്നു, അച്ചായൻ വഴക്കുണ്ടാക്കാൻ വരിക. ഞാൻ പറഞ്ഞു, പുള്ളിയുടെ ജീവിതത്തിലെ മുഴുവൻ സ്റ്റോറി തോമാച്ചൻ പറഞ്ഞു. ആണോ? അതെങ്ങനെ അച്ഛാ പറഞ്ഞേ? മലയാളത്തിലോ?
പറഞ്ഞ ഇംഗ്ലീഷിലാ. ഞാൻ ഇംഗ്ലീഷ് അറിയാത്തില്ല, എൻ്റെ പേരെഴുതാൻ അറിയാത്ത ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? അതാ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവം. ഓ യഹോവെങ്കിലുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അവയാചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്റെ പരിമിതികളുടെ വേലി പൊളിച്ചു മാറ്റിയിട്ട് പറ, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എല്ലാം സാധ്യ. For with God nothing shall be impossible. യഹോവയുടെ കൈ യെഹെസ്കേൽ വന്നു, അവനെ താഴേക്ക്. എല്ലാവർക്കും ആഗ്രഹം മേളിലോട്ട് പോകാനാ, മേളിലോട്ട് പോകാനാ, മേളിലോട്ട് പോകാനാ, ഉയരങ്ങളിൽ. ഇവിടെ യെഹെസ്കേലിനെ താഴ്ചയിലോട്ട് കൊണ്ടുപോവുക. ദൈവത്തിന്റെ കൈ വന്നാൽ എങ്ങോട്ട് പോകണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നേ, ആത്മാവാ തീരുമാനിക്കുന്നേ. താഴ്വരയുടെ ഇടയിൽ എന്താണ് അവിടെ? ഫുൾ ഓഫ് ഡ്രൈ ബോൺസ്, ഉണങ്ങിയ അസ്ഥി. അതിൻ്റെ ഇടയിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. എടാ, ഇവനും എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങ് കറങ്ങു വന്നോ? യെഹെസ്കേലിനോട് പറയാനുള്ളത്, നിന്റെ ദൃഷ്ടിയിൽ ഞാൻ ഒറ്റയ്ക്കാ, പക്ഷെ എന്നെ കൊണ്ടുപോയും കൂടെയുണ്ട്. എത്ര പേർക്ക് ഒരാമയും പറയാൻ പറ്റും? ആത്മാവ് നിന്നെ നടത്തിയെങ്കിൽ ധൈര്യപ്പെട്ട് സ്തോത്രം ചെയ്ത് പൊക്കോ. വിളിച്ചവൻ പോകാൻ പറഞ്ഞവൻ കരം വന്നാൽ നിന്നെ ഇളക്കിയെങ്കിൽ ആ സാന്നിധ്യം നിന്റെ കൂടെ വരികയാ. ഒരു ക്വസ്റ്റ്യൻ, 3000-ലധികം ക്വസ്റ്റ്യൻ ഉണ്ട് ബൈബിളിൽ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഈ അസ്ഥികൾ നമ്മളാന്നെ പറഞ്ഞ് ഇതെല്ലാം എൻ്റെ അപ്പുറവും ജീവിക്കും. ആവശ്യമില്ലാത്ത അഭിപ്രായമൊന്നും പറയില്ല. അവിടുന്ന് അറിയുന്നു, അവിടുന്ന് അറിയുന്നു. അസ്ഥി മാത്രമേ ഉള്ളൂ, എല്ലാം ഡിസോർഡറാ. ഹലോ, ഓ ജീസസ്. ഇന്ന് രാത്രി ഞാൻ വചനം പറയുമ്പോൾ ചിലരുടെ ശരീരത്തിൽ ക്വിക്ക് ഡെലിവറൻസ് നടക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ജയം. ഈ വചനം അതുപോലെ റിസീവ് ചെയ്യുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇവിടെ രൂപമില്ല, മാംസമില്ല, ത്വക്കില്ല, നരമ്പില്ല, ഒന്നുമില്ല, ആന്തരിക അവയവങ്ങൾ ഒന്നുമില്ല. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എത്രയോ വകുപ്പുകളുണ്ട്. ഓരോ വകുപ്പിനോട് ചോദിച്ചാൽ പറയും നോ 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 ഹോം, നോ ഹോം, നോ ഹോം. സ്വത്ര അവര് പറഞ്ഞ മുഴുവൻ റിസൾട്ടും കൊണ്ട് നീ വചനത്തിന് മുമ്പാകെ ഇരിക്കെ തിരുത്തും ദൈവം, തിരുത്തും ദൈവം. That is the power of the word of God. That is the almighty power. That is the word of the living God's power. Oh, oh, oh. Yes, 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 yes. He can change all your situation. Oh, yes. Oh, yes, 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 yes. Huraba kalama, shadalama hadanagasi. Dermatologist വിളിച്ചാ പറയും no skin. വാസ്കുലർ സർജനെ വിളിച്ചാ പറയും നോ വെയിൻ. കാർഡിയാക് സർജനെ എനിക്ക് സ്പേസ് ഇല്ല. ഹലോ, അങ്ങനെ ഓരോ വകുപ്പുകളെ വിളിച്ചാൽ നോ വേ. അപ്പോൾ ദൈവം പറയുകയാണ്, നിനക്ക് 2 ശുശ്രൂഷയുണ്ട്. ഒന്ന് വചന ശുശ്രൂഷ, 2 ആത്മാവിന്റെ ശുശ്രൂഷ. റിസീവ് ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ലോർഡ്, ഐ നീഡ് ടു നോ ഇറ്റ്. ദൈവമേ, എനിക്ക് നിന്നെ രാത്രി ആവശ്യമെന്ന് എത്ര പേര് സ്തോത്രം ചെയ്ത് പറയും? ദൈവം പറയുകയാണ്, ഈ ഉണങ്ങിയ അസ്ഥികളോട് നീ പ്രവചിച്ചു പറയണം. ഹലോ, ഹലോ, ഈ ഉണങ്ങിയ അസ്ഥികളോട് നീ പ്രവചിക്കണം. എന്താ പ്രൊഫറ്റിന്റെ ജോലി? അബിമേലെക്ക് അബ്രഹാമിന്റെ ഭാര്യയെ കൊണ്ടുപോയി അവളെ തൊടാൻ ദൈവം അനുവദിക്കാൻ തടഞ്ഞു.
സ്തോത്രം. തമ്പുരാൻ അർദ്ധരാത്രിയിൽ പറഞ്ഞു, നീ എടുത്തിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ മരിക്കും. അതുകൊണ്ട് അവൾ ഒരുവന്റെ ഭാര്യയാണ്, തിരിച്ചു കൊടുക്ക. മാത്രമല്ല, നീ നിന്റെ ഗ്രഹവും ജീവിച്ചിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവനൊരു പ്രവാചകനാകുന്നു. 24 വർഷത്തെ വിശ്വാസ ജീവിതം നയിച്ചപ്പോൾ അബ്രഹാം അറിഞ്ഞില്ല. Now become a prophet. ദൈവത്തോടു കൂടെ നടന്നപ്പോൾ ഒരു പ്രൊഫറ്റിക്കൽ റെലം കയറി വരുന്നത് ആരും അറിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു വലിയ ആത്മസാന്നിധ്യം കുര്യനിൽ വെളിപ്പെടുത്തിയാൽ കണ്ടു. വരുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ നിന്നില്ല. ദൈവാത്മാവിനോട് പറഞ്ഞു, അവൻ പ്രവചിക്കാൻ പോകുകയാണ്, അവൻ പ്രവചിക്കാൻ പോകുകയാണ്. Yesterday also he prophesied. Day before yesterday also he prophesied. Ribala, Shadala Mahatala, Ramshe, Urabaka, Rabba Shayana, Dalke Prabayara, Andalke, Udala Ragasi, Jamal Kamaya, Andalkara Vasia. Jesus! Oh, Jesus! Power in the mighty name of Jesus! Oh, hallelujah! Hallelujah! Ura mana Russia! ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, എല്ലാ പ്രവാചകരുടെ മുമ്പിൽ തലവെക്കരുത്. ദൂത് ഒത്തോന്നല്ല നോക്കേണ്ടത്, ദൂത് ശരിയാണോ എന്നല്ല നോക്കേണ്ടത്, ആള് ശരിയാണോ എന്ന് നോക്കണം. വചനം എന്തു പറയുന്നു? നീ പ്രവചിക്കണം. ആരോട്? അസ്ഥിയോട്. അപ്പാ കേൾക്കാൻ ചെവിയുണ്ടോ? ഇല്ല. പിന്നെന്ത്? നീ പ്രവചിക്കുമ്പോൾ ചെവി വരും. ഹലോ. Oh, hallelujah. When you share the word of God, when you share the word of God, ഇല്ലാത്തത് വരുമെന്നേ, ഇല്ലാത്തത് വരുമെന്നേ. Where there is no way, he will make a way through the word of God. Oh, 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 power, power, power in the name of Jesus. Power, power. Oh, Rabashi, Jalka Pramana Ragashasya, Jakara Talaraga. Oh, 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 oh. നിന്റെ വായിൽ നുരുവിടുന്ന വചനത്തിന്റെ ശക്തിയാൽ ഇല്ലാത്തതുണ്ടാകും, 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 ഇല്ലാത്തതുണ്ടാകും. Oh, oh, mighty power, mighty power, mighty power. Oh, the power of the Holy Spirit, power of the word of God. Oh, വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി. Oh, oh, thank you Holy Spirit, thank you Holy Spirit. Oh, Rabashi, Jala Rahata, mighty name of Jesus, mighty name of Jesus. Oh, Baba. Oh. Yes, 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 yes. Yes, yes. Some of them receiving the revelation. Somebody receiving the revelation. Oh. Yes, 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 yes. Yes, 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 yes. Oh. Thank you, Holy Spirit. അഭിഷേകത്തിന്റെ
ശക്തി, വചനത്തിന്റെ ശക്തി. പ്രതീക്ഷയില്ലാത്ത ഉണങ്ങിയ അസ്ഥികളോട് നീ പ്രവചിക്കണം. വാട്ട് ഈസ് ദ റിയൽ പ്രൊപ്പസി? ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. യഥാർത്ഥ പ്രവചനം ദൈവവചനമാണ്. When you share the word of God, people receive the Holy Spirit. When you share the word of God, the people will receive healing. Amen. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. There is no hope at all. There is no remedy. വേസ്റ്റിൽ എറിഞ്ഞിരിക്കുക. Are you thinking I'm a useless? I'm a waste? നീ ചിന്തിക്കുന്നുണ്ടോ? വചനം പറയുന്നു, കേക്കിത്. ഈ രാത്രി കേക്ക്. നിന്റെ ട്രാജഡിയെ, നിന്റെ തകർന്ന ജീവിതത്തെ കോമഡിയാക്കി ആളുകൾ മാറ്റിയെങ്കിൽ there is a new sunrise coming. Oh Jesus. Oh Jesus. Rabashi Jalarahathalaraba Jamal Kababa. Receive ചെയ്യുന്നവർക്കായി, receive ചെയ്യുന്നവർക്കായി വചനത്തിന്റെ ശക്തി. Oh yes, thank you Holy Spirit. ഈ ഉണങ്ങിയ അസ്ഥികളോട് നീ പ്രവചിക്കണം. വചനം പറയുന്നു, പത്രോസ്ലീഹ പറയുകയാണ്, ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടെന്ന പോലെ. നീ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ കൗൺസിലിൽ നിന്ന് പ്രാപിച്ചതാണെങ്കിൽ അത് കൊടുങ്കാറ്റും പേമാരിയുമായിരിക്കും. ഓ, അതാത്മാവിന്റെ തീ മഴയായിരിക്കാം. നന്ദിയോട് സ്തോത്രം ചെയ്യാമോ? ഓ, എന്റെ ശരീരം മുഴുവൻ ശക്തിയുടെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിറഞ്ഞു നിൽക്കുകയാ. അതിനോ വചനം പറയുന്നു, കേൾക്കുന്നവർ ഭാഗ്യമുള്ളവർ, ആമേ പ്രസംഗിക്കുന്നവർ ഭാഗ്യമുള്ളവർ, അനുസരിക്കുന്നവർ ഭാഗ്യമുള്ളവർ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആമേ ദൈവാത്മാവിന്റെ ശക്തിയും സാന്നിധ്യവും ആമേ വചനത്തിന്റെ ശക്തിയാൽ അനുഭവിക്കുമ്പോൾ, ഹലോ, പ്രവചിക്ക. എന്തിനോട്? ഉണങ്ങിയ അസ്ഥിയോട്. ബ്ലൈൻഡായിട്ട് ദൈവശബ്ദം ആരേറ്റെടുക്കാൻ പറ്റുമോ അവര് ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടും. വിത്തൗട്ട് എനി ക്വസ്റ്റ്യനറി. വ്യാപാരം ചെയ്യാൻ 5 താലന്ത് കിട്ടിയവൻ 5 കൂടെ നേടി, 2 കിട്ടിയവൻ 2 കൂടെ നേടി, 1 നേടിയവൻ ഹൈ പ്രൊഫൈലുള്ള ആളായിരുന്നു. പുള്ളി റിസർച്ച് നടത്തി യജമാൻ ആരാണെന്ന് ആദ്യം പഠിച്ചു. പുള്ളി പണിയെടുക്കാത്ത ആളെ കൽപ്പിച്ചു കൊണ്ടുവരുന്ന ആളാണ്. പുള്ളിയുടെ പഠനം ആരെ കുറിച്ചായിരുന്നു? യജമാനെ കുറിച്ചായിരുന്നു. മറ്റവർ 2 പേരും ഉടനെ കൊണ്ടുപോയി വ്യാപാരം ചെയ്ത് 5 കൂടെ നേടി, 2 കൂടെ നേടി. Oh good and faithful servant, you are faithful in little, I will make you all much. Praise God. 2 പേരെയും പിതാവിന്റെ സന്തോഷത്തിൽ പ്രവേശിപ്പിച്ചേച്ച് കൂടുതൽ കൊടുക്കുമ്പോൾ ഒന്ന് കണ്ടവൻ പറയുകയാണ്, നീ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെ ഞാൻ വിചാരിച്ചു. സ്തോത്രകാഴ്ച പാത്രത്തിൽ പോലും പുള്ളി ഒന്നും കൊണ്ടിട്ടില്ല. കാരണം പാസ്റ്റർ ദ്രവ്യാഗ്രഹിയാകരുതെന്ന് വിചാരിച്ച് കൊണ്ട് കുഴിച്ചിട്ടു. അവൻ പറഞ്ഞത്, എനിക്ക് കൂടുതൽ തന്നില്ല. ദൈവത്തിനറിയാം നിനക്ക് 200 തന്നാലും കുഴിച്ചിടത്തുള്ളൂ.
യജമാനൻ വരാറായി. ലഭിച്ച രക്ഷയുടെ സന്തോഷം നീ പങ്കുവെച്ചോ? നീ ആത്മാക്കളെ നേടിയോ? നിനക്ക് വീടും വണ്ടിയും തോട്ടവും പെണ്ണുകെട്ടിയും ഡിപ്പോസിറ്റും ഷെയർ മാർക്കറ്റും ആണോ ഉപവാസ പ്രാർത്ഥനയുടെ വിഷയം? അതോ നശിച്ചു പോകുന്ന ആത്മാക്കളാണോ? മക്കളെ തന്നവന് കല്യാണത്തിന് തക്ക പൈതലിനെ കൊണ്ടുവരാൻ പറ്റും. മക്കളെ തന്നവന് വിദ്യാഭ്യാസത്തിന് വഴി തുറക്കാൻ പറ്റും. കുടുംബജീവിതം തന്നവനെ അറിയാം നിനക്ക് വീട് വേണമെന്ന്. ഇതൊക്കെ സമയത്ത് വരുന്നല്ലേ? ചോദിച്ചു കിട്ടുന്നതിനേക്കാൾ അറിഞ്ഞു തരുന്ന ദൈവമായ ദൈവം. അപ്പോൾ താൻ ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുമ്പോൾ സംഭവിച്ചത് യൂണിറ്റി ഇല്ലാതെ ഡിസോർഡറായി കിടന്നത് മുഴുവൻ ഓർഡറിലേക്ക് വന്നു. ഓ ജീസസ്, എവിടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമോ അവിടെ ജനം യൂണിറ്റിയിലേക്ക് വരും. തകർന്ന ഫാമിലി ലൈഫ് എല്ലാം വിടുവിക്കപ്പെടും. സ്തോത്രം. ഞാൻ ഒരിക്കൽ ഒരു ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹസ്ബൻഡും വൈഫും കൂടെ ഇരുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് വന്ന് നടുക്കിരുന്നുകൊണ്ട് പുറവിക്കൂടെ ഇങ്ങനെ കൈ കൊടുക്കുന്ന ഞാൻ കണ്ടു. ഹലോ, എന്താ? ഡിസോർഡറായ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലായ അവരുടെ ലൈഫിലേക്ക് വചനം ഇറങ്ങി വന്നപ്പോൾ ഹൂ ഈസ് റൈറ്റ്, ഹൂ ഈസ് റോങ് എന്നുള്ള ചിന്ത മാറ്റിയിട്ട് വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് എന്ന് ചിന്തിച്ച് അവർ രമ്യതപ്പെട്ടു. അസ്ഥിയോട് ചേർന്നു. പിന്നെന്താ സംഭവിച്ചത്? മാംസം വെച്ച് പിടിപ്പിച്ചു. ഹലോ, അറിവിയ വെച്ച് പിടിപ്പിച്ചു. ഇതാരാ വെച്ച് പിടിപ്പിച്ചത്? വചനം. നിന്റെ ശരീരത്തില്ലാത്തത് ഇന്ന് രാത്രി ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകും. ഹലോ, എത്ര പേർക്ക് സ്തോത്രം ചെയ്തൊന്ന് റിസീവ് ചെയ്യാൻ പറ്റോ? അവൻ വെച്ച് പിടിപ്പിക്കേണ്ടത് വെച്ച് പിടിപ്പിക്കും. കൊണ്ട് പൊതിഞ്ഞു. ഹലോ, ഇന്ന് രാത്രിയിലും വചനം കേൾക്കുമ്പോൾ എവിടൊക്കെ നിനക്ക് കവറിങ് ആവശ്യമാണ് എന്റെ ദൈവം തോന്നിക്കുന്നു അവിടെ കവറിങ് ഉണ്ടാവും. ഒരു ദിവസം ഞാൻ പിറ്റേന്ന് കൺവെൻഷന് വേണ്ടി ദൂതൊരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് സന്ധ്യ ഒരു 7 മണി ആകാറായപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, നിന്റെ പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെയും പെട്ടെന്ന് വിളിച്ചിട്ട് ജനലും കതവുകളും മുഴുവൻ അടച്ച് കട്ടിലിന്റെ കീഴിൽ കയറാൻ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ അടിച്ചു. പാസ്റ്ററെ, കതവ് തുറക്ക്. ഞാൻ പറഞ്ഞു, നീ കുഞ്ഞിനെ ഫീഡ് ചെയ്ത് മിണ്ടാതെ കുഞ്ഞനങ്ങാതെ. എന്തായാലും ദൈവത്തിന്റെ കൃപ കുഞ്ഞൊന്നും അനങ്ങിയില്ല. മോളും വെള്ളക്കിഴി കിടപ്പ. പക്ഷേ കതവ് തുറക്ക്, ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അനക്കമില്ല. പുറവശത്തുള്ള സ്റ്റെയർ കേസ് എൻ്റെ കയറി പാരപ്പറ്റിൽ കയറി ടെറസിൽ നോക്കിയില്ല. അപ്പൊ പാരപ്പറ്റിൽ ഇറങ്ങിയിട്ട് ഒരു ടോർച്ച് അടിച്ചു. അപ്പൊ ദൈവം പറഞ്ഞ് അങ്ങേറ്റത്തെ ബെഡിന്റെ കീഴിൽ കിടക്കാൻ. അവിടുന്ന് അടിച്ച് ബെഡ്റൂമെല്ലാം ഓപ്പണം, ബാക്കിയുള്ളവരെല്ലാം അടിച്ചു. ആളില്ല. സ്തോത്രം, 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 സ്തോത്രം. എല്ലാം പരതി നോക്കിയിട്ട് ഇറങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവര് ഇറങ്ങി. ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം ഞാൻ കേട്ട് ആളുകളെല്ലാം കയറി. പുറകെ പോകുന്ന പുള്ളി പറയാ, ഒരു 20 മിനിറ്റ് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. രണ്ടാമത്തെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് ആളുകൾ കയറാൻ അതേ ആത്മാനോട് പറഞ്ഞു, ആ ജനലിൻ്റെ ഇടുക്കി കൂടെ ഒരു വിടമുണ്ട്, നീ അങ്ങോട്ട് നോക്കി. അപ്പോൾ ഒരാൾ വടിവാളകത്തോട്ടിടുക. ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുകയും വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുകയും ചെയ്യണം. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ അവൻ മറയ്ക്കും. നിന്റെ തലയിലെ മുടി മുഴുവൻ എണ്ണിയ ദൈവം നീ ചീവിക്കളയുമ്പോൾ എണ്ണുന്നില്ലെങ്കിലും ഏതാ വീണേന്ന് അവന് കണക്കുണ്ട്. കാലിലെ പൊടിയും എണ്ണിയ സർവശക്തൻ അറിയാതെയോ അനുവദിക്കാതെയോ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ TB ജംഗ്ഷനിൽ ചെന്നപ്പോൾ ഒരു ഓട്ടോക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ കഴിഞ്ഞ ആഴ്ച അവിടെ വീട്ടിലില്ലായിരുന്നു, ഇന്ന ദിവസം. ഞാൻ എന്ത് പറ്റി? കണ്ണൂരിൽ നിന്ന് 2 ടീം വന്നായിരുന്നു. ഒരു ടീം വന്ന 2 ഓട്ടോയിലാണ് അവിടെ നിന്ന് വന്നേ. എന്നിട്ട് അയ്യോ നിങ്ങളില്ലാഞ്ഞ കാര്യമായിപ്പോയി. ഞാനും അറിഞ്ഞില്ല വിളിച്ചപ്പം എന്തിനാണെന്ന്. പക്ഷെ ആയുധം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഹലോ, അന്ന് മലബാറിൽ ശക്തമായ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കുക. അസ്ഥിയോട് ചേരുന്നു, മാംസം വെച്ച് പിടിപ്പിക്കപ്പെടുന്നു,
തൊക്ക കൊണ്ട് പൊതിയുന്നു. Now dry bones become full dead bodies. ചിക്കാഗോയിൽ ഒരു സർജറി ചെയ്തപ്പം സ്തോത്രം, മുറിക്കേണ്ട കാലല്ല മുറിച്ചത്, മുറിക്കേണ്ടാത്ത കാലം മുറിച്ചത്. എൻ്റെ ദൈവത്തിന്റെ ഒരു സർജറിയും മിസ്റ്റേക്ക് വരത്തില്ല. ഹലോ, ഡെഡ് ബോഡിയായി താഴ്വര മുഴുവൻ. ഇപ്പോൾ എന്താണ് ദൈവം പറയുകയാണ്, ഇനി നിന്റെ മിനിസ്ട്രി കാറ്റിനോടാ. നീ കാറ്റിനോട് പ്രവചിക്കണം. എന്താ? ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് ഇവരുടെ മേൽ വന്ന് ഊതാൻ പ്രവചിക്കണം. ബ്ലൈൻഡ് ബിലീവ് ചെയ്ത് പരിശുദ്ധാത്മ പറയുന്നത് മാത്രം ഫോക്കസ് ചെയ്ത് നീ ഒന്ന് സ്റ്റെപ്പ് വെച്ച് യു ക്യാൻ സീ വണ്ടർഫുൾ തിങ്സ്. ദ്വീപുകളിലെ കൺവെൻഷനുകൾ കഴിഞ്ഞ് ഞാനും സുനിൽ ചെറിയാനും കൂടെ മെയിൻലാൻഡിലേക്ക് വരിക. ഷിപ്പിൽ കയറി ഞങ്ങൾ ബർത്തിലോട്ട് സാധനം ഇപ്പോൾ ഞങ്ങൾ കേൾക്കാം സൈക്ലോൺ വാണിംഗ്. ഞാൻ പറഞ്ഞു, സുനിയാന കാറ്റവന്റെ ഉറയിൽ നിന്ന് വരുന്നു എന്ന് വചനം ഉണ്ടല്ലോ. ദിശ മാറ്റിവിടാൻ ദൈവത്തിന് കഴിയും. ഞങ്ങൾ രണ്ടും ആ ബങ്കിൽ മുട്ടുകുത്തി. 3000 പേര് യാത്ര ചെയ്യുന്ന കപ്പൽ. പറഞ്ഞ കർത്താവേ, ദ്വീപുകൾ മുഴുവൻ പ്രസംഗിച്ച് അടിയങ്ങൾ അല്പം മണിക്കൂറുകളൊന്ന് വിശ്രമിക്കണം. റഫ്സി ആണെങ്കിൽ, സൈക്ലോൺ ആണെങ്കിൽ സീ സിക്നസ് ഉണ്ടാകും. ഞങ്ങൾക്ക് വയ്യ. സ്തോത്രം. 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരു ന്യൂസ്. കാർമേഘ പടലങ്ങളെല്ലാം മാറി. റേഡിയോയിൽ വാർത്ത വന്നു, സൈക്ലോൺ ഇല്ല. മുട്ടുകുത്തുന്ന 2 ദൈവ പൈതൽ. ഒരു ദൈവ പൈതൽ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ കൊടുങ്കാറ്റിന്റെ ദിശ ദൈവം മാറ്റും. ഈ ദൂതേറ്റെടുക്കുന്നവർ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കണം കേട്ടോ. ആമേ, ഇത് കേട്ടിട്ട് നീ ഭയപ്പെടാതെ മുട്ടുകുത്തിക്കോ. ആമേ, വരുവീൻ വന്ന് വണങ്ങി നമസ്കരിക്ക്. നമ്മെ നിർമ്മിച്ച പാറയുടെ മുമ്പിൽ മുട്ടുകുത്ത്. നീ മുട്ടുകുത്തുമ്പോൾ സൈക്ലോണിന്റെ ദിശ മാറ്റിവിടാനും വരണ്ട ദേശത്ത് അടഞ്ഞു കിടന്ന ആകാശത്തെ തുറന്ന് ഒരു